ഇന്നത്തെ വീഡിയോ വെണ്ടയ്ക്ക വറുത്തരച്ച് നല്ല രുചിയോടുകൂടി ഉണ്ടാക്കുന്നതാണ്. അതിനായി ഇളയ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതൊന്ന് സാമ്പാറിന് കട്ട് ചെയ്യണ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഒരു പാനിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സാമ്പാറിനൊക്കെ വഴറ്റിയെടുക്കില്ലേ, അതേമാതിരി വഴറ്റിയെടുക്കണം കേട്ടോ. കൂടുതൽ അങ്ങ് മൂത്ത് പോകണ്ട. ഇതാ ഇത്രയും മതി. ഇനി അതിലേക്ക് തക്കാളിയും ഒരു ചെറിയ കഷ്ണം സവാളയും പച്ചമുളകുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമെല്ലാം മാറി വരട്ടെ അതിൻ്റെ എല്ലാം. കൂടുതൽ അങ്ങ് മൂത്ത് പോകരുത് കേട്ടോ, കറിയുടെ സ്വാദ് മാറും. ഇനി നമുക്ക് അതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും പൊടികളിട്ട് ചൂടാക്കാൻ പാടില്ല. സിമ്മിലിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ചിരവിയതിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. സാമ്പാറിനൊക്കെ നമ്മൾ വറക്കില്ലേ, അതേമാതിരി തന്നെ കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിക്കണം കേട്ടോ. അതേപോലെ ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുത്ത് മിക്സിയിലിട്ട് വെച്ചോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കഷ്ണങ്ങളിലേക്ക് വേവിച്ച് വെച്ച പരിപ്പാണ് കേട്ടോ. നന്നായിട്ട് വെന്തുടഞ്ഞ പരിപ്പാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. എല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ച തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്. കറി തിളച്ച് വന്നു. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്ത് ചാറൊന്ന് കറക്റ്റാക്കി ഇട്ടിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കണം. ഇനി വാളംപുളിയാണ് കേട്ടോ ചേർക്കേണ്ടത്. പുളി നിർബന്ധമാണ്. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച വാളംപുളി 1 സ്പൂൺ ഇട്ട് കൊടുത്ത് കറി വറുത്തിട്ട അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ്. ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം.